കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു ഭൂകമ്പം നടന്നിരിക്കുകയാണ്. സഖാക്കളുടെ ഉറക്കം കെടുത്തി ഇടത് ക്യാമ്പിനെ മൊത്തം വിറപ്പിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആ ചരിത്ര ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നു. ദില്ലിയിലെ നീറ്റ് സമരത്തിന്റെ പേരിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത സകല കേസുകളും ഒറ്റയടിക്ക് പൂട്ടിക്കെട്ടി വയ്ക്കാൻ അദ്ദേഹം ഉത്തരവിട്ടിരിക്കുന്നു. എത്ര കേസുകൾ ഉണ്ടെങ്കിലും ഒന്നുപോലും ബാക്കി വെക്കില്ല, സകലതും അങ്ങ് പൂട്ടിക്കെട്ടാമെന്നാണ് ചെന്നിത്തല പ്രഖ്യാപിച്ചിരിക്കുന്നത്. DGPക്കും ഇതിനുള്ള കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ഇത് കേന്ദ്രം ഭരിക്കുന്ന BJPക്കുള്ള ഇരുട്ടടിയാണ്. രാജ്യത്തെ നടുക്കിയ CGP സമരത്തിൽ അടിപതറി മന്ത്രിയെ രാജിവെപ്പിച്ച വിദ്യാർത്ഥികൾക്കെതിരെയുള്ള കേസുകൾ BJP പിൻവലിച്ചിട്ടില്ല. കേസ് പിൻവലിച്ചില്ലെങ്കിൽ ഇനിയും പ്രതിഷേധിക്കുമെന്ന് യുവാക്കൾ മുറവിളി കൂട്ടുമ്പോഴാണ് ഇവിടെ കേരളത്തിൽ നടന്ന പ്രതിഷേധങ്ങൾക്കെതിരെ എടുത്ത സകല കേസുകളും റദ്ദാക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്താണ് ഇതിനാധാരമെന്നാണ് ചെന്നിത്തല പറയുന്നത്. സംഗതി കേൾക്കുമ്പോൾ പിണറായി വിജയനും CPMനും ഇതൊരു വലിയ ആശ്വാസമാണെന്ന് തോന്നിയേക്കാം. പക്ഷേ ആഴത്തിൽ ചിന്തിച്ചാൽ ഇതിനു പിന്നിൽ CPMന് നൽകിയ ഒരു കിടിലൻ ഇരുട്ടടിയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, സഖാക്കൾ സമരത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ കേസുകളെല്ലാം ഒറ്റയടിക്ക് ഒഴിവാക്കിക്കൊടുത്ത് കോൺഗ്രസ് രാഷ്ട്രീയപരമായി കരുത്തു കാട്ടുമ്പോൾ മറുഭാഗത്ത് CPMന്റെ മുഖംമൂടിയാണ് അഴിഞ്ഞു വീഴുന്നത്. സമരങ്ങൾ നടത്തി സർക്കാരിനെ വെട്ടിലാക്കാൻ നോക്കിയ CPMന് സ്വന്തം സമര കേസുകൾ പോലും കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരിന്റെ ഔദാര്യത്തിൽ പിൻവലിക്കേണ്ടി വരുന്നു എന്നതിനേക്കാൾ വലിയൊരു തിരിച്ചടി ആർക്കെങ്കിലും കിട്ടാനുണ്ടോ? ഞങ്ങൾ കനിഞ്ഞു, അതുകൊണ്ട് കേസ് തീർന്നു എന്ന ആഭ്യന്തര വകുപ്പിന്റെ ഈ നീക്കം CPMന്റെ രാഷ്ട്രീയ പ്രതിരോധത്തെയാണ് തകർത്തെറിയുന്നത്. അതോടൊപ്പം തന്നെ നാണക്കേടുണ്ടാക്കുന്നതുമാണ്. കേന്ദ്രത്തിൽ സമരം ചെയ്ത കോൺഗ്രസ് കേരളത്തിൽ കേസെടുക്കുന്നുവെന്ന് പറഞ്ഞ് യുവാക്കളെ സർക്കാരിനെതിരെ തിരിക്കാനുള്ള CPMന്റെ നീക്കമാണ് പാളിയത്. PM ശ്രീ പദ്ധതി വിവാദത്തിൽ CPMനെയും ജോൺ ബ്രിട്ടാസിനെയും ചെന്നിത്തല വെള്ളം കുടിപ്പിച്ചതും ഇന്ന് നമ്മൾ കണ്ടു. പദ്ധതി ഒപ്പിട്ടത് CPM ആണെന്നും അന്നത് ഘടകകക്ഷിയായ CPIയോട് പോലും ചർച്ച ചെയ്തിരുന്നില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു. അന്ന് പിൻവാങ്ങാൻ പറ്റുമെങ്കിൽ ജോൺ ബ്രിട്ടാസിന് മുഖ്യമന്ത്രിയോട് പറഞ്ഞുകൂടായിരുന്നു എന്ന ചെന്നിത്തലയുടെ ചോദ്യം സഖാക്കളുടെ നെഞ്ചത്താണ് അടിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ചെവിയിൽ പറയാമായിരുന്നില്ലേ എന്ന പരിഹാസം CPMന്റെ ഇരട്ടത്താപ്പിനെയാണ് തുറന്നുകാട്ടുന്നത്. ഒരു വശത്ത് സമരക്കേസുകൾ പൂട്ടിക്കെട്ടി രാഷ്ട്രീയ മാതൃക കാട്ടുമ്പോഴും മറുവശത്ത് CPMന്റെ കപടമുഖം ഓരോന്നായി അഴിച്ചു മാറ്റുകയാണ് രമേശ് ചെന്നിത്തല. ഒറ്റ വെടിക്ക് രണ്ട് പക്ഷി. BJPയുടെയും CPMന്റെയും നെഞ്ചിൻകൂടാണ് ചെന്നിത്തലയുടെ ഒറ്റ നീക്കത്തിലൂടെ തകർന്നു വീണിരിക്കുന്നത്. കോൺഗ്രസ് നൽകിയ ഈ കിടിലൻ മറുപടി രാഷ്ട്രീയ കേരളം ഏറ്റെടുത്തിരിക്കുകയാണ്.